ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ലാസ്റ്റ് എപ്പിസോഡ് ഓഫ് സെർബിയൻ സീരീസ്. സെർബിയൻ റൊമാനിയൻ ബോർഡറുള്ള ലാസ്റ്റിലത്തെ ഗ്രാമത്തിൽ രാവിലത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവൻ്റെ നല്ല പൊളിച്ച തെറി കേട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മോട്ടിവേഷനിൽ നമ്മൾ സ്പീഡിൽ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ബോർഡേഴ്സിലേക്ക് പോവാണ്. നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ സൈഡിൽ കാണുന്ന പുഴയുടെ അപ്പുറത്ത് കാണുന്ന മലകളിലെ അതാണ് റൊമാനിയ. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴത്തേക്കും കുറച്ചധികം ദൂരം പോകണം മെയിൻ ചെക്ക് പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കുറേ നമ്മൾ ഡ്രൈവ് ചെയ്ത് കേട്ടോ. പിന്നെയാണ് നമ്മൾ റിയലൈസ് ചെയ്തത് റൊമാനിയ ഒരു ഷെങ്കൻ കൺട്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഷെങ്കൻ വിസ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ബോർഡർ കടക്കാന്ന് പറയാനും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ചുറ്റിക്കറങ്ങിയാൽ വല്ല പണിയും കിട്ടുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ടും നമ്മൾ ഈ വഴിയോരങ്ങളിൽ ഇങ്ങനെ റോം ചെയ്ത് കുറച്ച് നേരം വൈബും പിടിച്ചിട്ട് തിരിച്ച് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ കേട്ടോ. നമ്മുടെ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള സെർബിയയിലെ ഒരു സ്പോട്ടായിരുന്നു കേട്ടോ ഗോലുബാഗ് ഫോർട്രസ്. ഇവിടേക്കുള്ള എൻട്രി ടിക്കറ്റ് സമ്മർ ടൈമിൽ ഏകദേശം ഒരു 1313 പൗണ്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വിന്ററിൽ എനിക്ക് തോന്നുന്നു ഒരു 500 ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ. വിസിറ്റേഴ്സ് കുറവാണല്ലോ. പിന്നെ ഈ ഒരു ഏരിയ ഒക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ മഞ്ഞ് മൂടിയിട്ട് കിടക്കും. നല്ല രസമായിരിക്കും. വേറൊരു വൈബ്. നമ്മൾ ചെന്നപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇത് പുറമേ നമുക്ക് അങ്ങനെ അത്ര വ്യൂ ഒന്നും കിട്ടത്തില്ല. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകണം. അത്യാവശ്യം വർത്ത് ഫോർ ദ മണി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഒരു പാലസിലൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു വൈബ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് അവർ ക്ലാസ്സും കാര്യങ്ങളും ഹിസ്റ്ററിയുടെ കാര്യമൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഈ പാവം പിടിച്ച ഫോട്ടോസിൻ്റെ കാര്യം ആയിരിക്കുമ്പോൾ കഷ്ടം തോന്നും. ഒരുപാട് ആൾക്കാർ കൈമാറി വന്നൊരു സ്ഥലമാണ് കേട്ടോ. ആദ്യം റോമൻ എംപയർ, പിന്നെ ബൾഗേറിയൻസ്, പിന്നെ അവരുടെ ഓട്ടോമൻകാർ പിടിച്ചെടുത്തു എന്ന് പറയുന്നു. പിന്നെ ഈ ഹംഗറീസും ബൾഗേറിയൻസും സെർബിയൻസും എല്ലാവരുടെ തട്ടത്തിൽ കളിച്ച് അവസാനം ഈ ഒരു കോലത്തിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. ഈ ഒരു ലൊക്കേഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഇവിടുന്ന് ഒരു ഡ്രോൺ ഷൂട്ട്. പക്ഷേ ഇവിടെ മൊത്തം റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ പറപ്പിക്കണോ വേണ്ട എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലാണ്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഒഴിച്ചൊടിച്ച് ഫോട്ടോസിൽ കുറച്ചധികം ദൂരത്തിൽ ചെയ്തിട്ട് പറപ്പിക്കാമെന്ന് വിചാരിച്ചു. അവസാനം നമ്മൾ തേടിയ വള്ളി കാലി ചുറ്റിട്ടുണ്ട്. വളരെ റിസ്ക് എടുത്തിട്ട് നമ്മൾ എടുത്ത കുറേ ഷോർട്സ് ആണ് കേട്ടോ. ലാസ്റ്റിൽ ഞാൻ ഇട്ടേക്കാം, നിങ്ങൾ എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയണം. നമ്മൾ തന്നെ ദുനൂബെ റിവറിനോടും ഗോലുബാക്കിനോടും ഒക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് തിരിച്ച് ബെൽഗ്രേഡിലേക്ക് പോവാണ് കേട്ടോ. കുറേ വില്ലേജസിലൂടെ നമ്മളിതിന് 2 മണിക്കൂർ ഡ്രൈവ് ചെയ്താലാണ് അവിടെ എത്തുക. അത്യാവശ്യം നല്ല വിശപ്പടിച്ചപ്പോൾ കടകളൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ കൈ കിട്ടിയ ബണ്ണും പോർക്കും വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പോകുന്ന വഴിക്ക് ഇതാ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ളൊരു പള്ളിപ്പെരുന്നാൾ എന്ന സംഭവം അതെന്ന് കേട്ടോ. എനിക്ക് നാട്ടിലത്തെ ഒരു ഫീലാണ് കിട്ടിയത്. എവിടെയായാലും ഇങ്ങനത്തെ സെയിം പരിപാടികളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കൊച്ചു കുട്ടികൾ നമ്മളെ കാണുമ്പോൾ ടാറ്റ തരുമായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെർബിയയിൽ കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു സംഭവം. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ കണ്ടിട്ടോ. കോണും സൺഫ്ലവറും. ഇന്ന് വൈകിട്ട് റിട്ടേൺ ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് ടൈം ഭയങ്കര ടൈറ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ അവസാനം ബെൽഗ്രേഡിലെത്തി. ഇനി ഓടിപ്പടിച്ച് നമ്മൾ മിസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. നിങ്ങൾ ട്രാവൽ ഡെസ്റ്റിനേഷൻ ബെൽഗ്രേഡ് മാത്രമാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇവിടെ ഒരു കാറ് റെൻ്റ് എടുത്തിട്ട് സിറ്റി കറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടാനായിട്ട് ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും. നമ്മൾ മണിക്കൂറുകളോളം ചുറ്റിക്കറങ്ങി അവസാനം ഒരു മാളിലെ പാർക്കിങ്ങിൽ പെയ്ഡായിട്ട് ഇടേണ്ടി വന്നു. ബെൽഗ്രേഡ് ഓൾഡസ്റ്റ് യൂറോപ്യൻ സിറ്റിയാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ആർക്കിടെക്ചർ ആയാലും മൊത്തത്തിലുള്ള സെറ്റപ്പ് കാണുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു വിൻറ്റേജ് ഫീൽ കിട്ടും. ഭയങ്കര പഴയ ട്രംസും പുതിയ മോഡേൺ ആയിട്ടുള്ള ഇതും ഉണ്ട് കേട്ടോ. പക്ഷേ മറ്റേത് അവർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മെയിനായിട്ട് പോയത് സെയിൻറ്റ് സാവ ടെമ്പിളിലായിരുന്നു. ഇത് ആക്ച്വലി ഒരു പള്ളിയാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ മൊണസ്ട്രിയുടെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് സാവ ടെമ്പിൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നത് ഉണ്ടായിരുന്നത് ശിവ ടെമ്പിൾ എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ 2-3 ദിവസം ചോറൊന്നും കഴിക്കാനായിട്ട് നമുക്ക് നല്ല ക്രേവിങ്സ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് സിറ്റിയുടെ കറങ്ങി നടന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ ചേച്ചി നടത്തുന്ന ഒരു സംഭവമാണ് കേട്ടോ. പുള്ളിക്കാരി അടിപൊളി. സിനിമയിൽ കാണുന്ന ഭയങ്കര ബോൾഡായിട്ടുള്ള ചേച്ചിമാരുണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ആളായിരുന്നു കേട്ടോ. കുറേ നേരം നമ്മൾ സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ അങ്ങനത്തെ കുറേ മലയാളികളെയും ഇവരെയൊക്കെ നമ്മൾ ബസ് കയറുന്ന സ്ഥലത്തും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്ത്യൻസിനെയൊക്കെ. അതുപോലെ തന്നെ വേറെ കണ്ടൊരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടൊരു കാഴ്ചയായിരുന്നു ഡൽഹി ടു ലണ്ടൻ ബൈക്ക് റോഡ്. കാറിൽ പോകുന്ന ഒരു 3-4 കാർ അവർ ടീമായിട്ട് വന്നത്, ഫുൾ ഇന്ത്യൻ ഫ്ലാഗ്സ് ഒക്കെ വെച്ചിട്ട്. അത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ബെൽഗ്രേഡിൽ ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പബ്ലിക് സ്ക്വയർ അല്ലെങ്കിൽ പാർലമെൻറ്റ് പിന്നെ ഒരു ഫോർട്ടൊക്കെ കാണാനുണ്ട് കേട്ടോ. അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ചെറിയ സിറ്റി തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായി. നമുക്ക് ഫ്ലൈറ്റ് കിട്ടുമോ തന്നെ സംശയമുണ്ട്. കാരണം വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ലണ്ടനിൽ ചെന്നിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കാം. വലിയ മാരക പ്ലാനിങ് ഇല്ലാത്ത ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഒരു 3 ദിവസം കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സെർബിയൻ ട്രിപ്പിലേക്കുള്ള എന്തെങ്കിലും ഡൗട്ട്സോ ഐറ്റിനറി പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രാവൽ ടിപ്സോ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? എന്നാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും